നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയത്തിൽ യോഗ നിരൂപണം. യോഗ നിരൂപണത്തിൽ കല്യാണവർത്തമാം ചതുർഗ്രഹ യോഗ നിരൂപണം ഇപ്രകാരമാണ് നടത്തിയിരിക്കുന്നത്. നാം പല യോഗങ്ങളിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 4 ഗ്രഹങ്ങളുടെ യോഗത്തിലാണ് ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നത്. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വരുന്നത് 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹവും കൂടിച്ചേർന്ന യോഗമാകുന്നു. ഇവിടെ ശുഭഗ്രഹങ്ങൾ ചന്ദ്രനും വ്യാഴവും ശുക്രനും പാപഗ്രഹം ശനിയുമാകുന്നു. മാത്രാരഹിത സുഭഗഃ ത്വഗ്ദോഷി ദുഃഖിതോ ഭ്രമണശീലഃ ബഹുഭാഷി സത്യരഥഃ ശശി ഗുരു ഭൃഗു സൗരഭി സഹിതേഹി. സൗരിഭിഹി സൂര്യസ്യ അപത്യമുമാൻ സൗരിഹി. ശനി സൗരിഭിഹി ശനി മുതലായ 4 ഗ്രഹങ്ങളാൽ സഹിതേഹി കൂടിച്ചേർന്ന ഏതൊക്കെ ഗ്രഹങ്ങളാണ്? ശശി ചന്ദ്രൻ, പിന്നീട് ഗുരുഹു വ്യാഴം, ഭൃഗുഹു ശുക്ര. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ശനി 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹങ്ങളും ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി എപ്രകാരമാണ് ഉണ്ടാകുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ അദ്ദേഹം കല്യാണവർത്തമാവ് വിശദീകരിക്കുന്നത്. മാത്രാരഹിത, അമ്മയില്ലാതെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹം ജനിച്ച ഉടനെ അമ്മയ്ക്ക് മരണമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അമ്മയാൽ കുട്ടി എന്ത് ചെയ്യപ്പെടുന്നു, അകന്നു നിൽക്കേണ്ടുന്ന അവസ്ഥ വരുന്നു. കുട്ടിക്ക് തങ്ങളുടെ ബാല്യകാലം മാതാവില്ലാതെ ജീവിക്കേണ്ടുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ധാരാളം അനുഭവകഥകൾ പല രീതിയിലും ഉണ്ടാകാറുണ്ട്. സുഭഗഃ സൗഭാഗ്യയുക്തനായി ജീവിക്കുന്നവനും ത്വഗ്ദോഷി ത്വഗ് രോഗത്താൽ ബുദ്ധിമുട്ടുന്നവനും ഇദ്ദേഹത്തിന് ത്വഗ് രോഗം ഉണ്ടാകും. ദുഃഖിതഃ ഇദ്ദേഹം എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും. പിന്നീട് ഭ്രമണശീല എപ്പോഴും കറങ്ങിത്തിരിക്കാൻ സഞ്ചരിക്കാൻ വളരെയധികം താല്പര്യത്തോടു കൂടിയ വ്യക്തിയുമായിരിക്കും. ബഹുഭാഷി ഇദ്ദേഹത്തിന് ധാരാളം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടാകും. സത്യരഥ സത്യം ധർമ്മം ഇതിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയുമായിരിക്കും ഈ ഒരു വ്യക്തി. ധാർമ്മികതയും സത്യരതിയുമുള്ള വ്യക്തിയായിരിക്കും ഈ 4 ഗ്രഹങ്ങളുടെയും യോഗങ്ങളിൽ ജനിക്കുന്ന വ്യക്തി എന്ന് സാരം. നമസ്തേ.